പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ സന്ദേശത്തിൽ നാം വേദനാജനകവും എന്നാൽ അത്യാവശ്യവുമായ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ എന്തിനാണ് ഈ ലോകത്തിൽ പോരാടുന്നത്? ഇന്ന് നമ്മൾ തുടക്കത്തിലേക്ക് മടങ്ങുന്നു. ദൈവം ഇതിനകം തന്നെ നമുക്ക് ഒരു മികച്ച വഴി കാണിച്ചു തന്നുവെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. യുദ്ധവും സമാധാനവും ദൈവത്തിന് മനസ്സുണ്ട്, നമുക്കോ? എന്തുകൊണ്ടാണ് നമ്മൾ പോരാടുന്നത് എന്നൊക്കെയുള്ള സന്ദേശത്തിൻ്റെ തുടർച്ചയാണിത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ സംഘർഷങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരം ഈ സന്ദേശം അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ തുടരുന്നതെന്നും സമാധാനം എങ്ങനെ ആരംഭിക്കാമെന്നും സത്യസന്ധമായി മനസ്സിലാക്കണമെങ്കിൽ തിരുവെഴുത്തുകളിലെ ഭൂമിയെ ചൊല്ലിയുള്ള ആദ്യകാല തർക്കങ്ങളിൽ ഒന്നിലേക്ക് നാം മടങ്ങണം. അബ്രഹാമും ലോത്തും. അവരുടെ ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടായപ്പോൾ അബ്രഹാം മുതിർന്നവനും ദൈവിക വാഗ്ദത്തം ലഭിച്ചവനും അധികാരമുള്ളവനുമായിരുന്നിട്ടും അധികാരമോഹമുള്ള ഈ ലോകം കേട്ടുകേൾവിയില്ലാത്ത ഒന്ന് ചെയ്തു. നിനക്കും എനിക്കും ഇടയിൽ കലഹം ഉണ്ടാകരുതേ. ഈ ദേശമെല്ലാം നിന്റെ മുൻപിൽ ഇല്ലയോ? ദയവായി എന്നെ വിട്ടുപിരിഞ്ഞാലും. ഉൽപ്പത്തി 13-8-9 വാക്യങ്ങൾ. സമാധാനം നിലനിർത്താൻ അബ്രഹാം തൻ്റെ അവകാശങ്ങൾ ഉപേക്ഷിച്ചു. ആദ്യം തിരഞ്ഞെടുക്കാൻ അവൻ ലോത്തിനെ അനുവദിച്ചു. ലോത്ത് തിരഞ്ഞെടുത്തത് ആത്മീയമായല്ല, കാഴ്ചയാലാണ്. ലോത്ത് കണ്ണുയർത്തി യോർദാൻ സമഭൂമി ഒക്കെയും നന്നായി നനവുള്ളതെന്ന് കണ്ടു. ഉൽപ്പത്തി 13-10. ലോത്ത് കിഴക്കോട്ട് സോദോമിലേക്ക് പോയി. അബ്രഹാം കനാനിൽ താമസിച്ചു. മാനുഷിക വീക്ഷണത്തിൽ അബ്രഹാം പരാജയപ്പെട്ടതായി തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അബ്രഹാം തൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനായി സ്വയം ഒരുങ്ങുകയായിരുന്നു. ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞ ഉടനെ തന്നെ ദൈവം സംസാരിച്ചു. നീ കണ്ണുയർത്തി നോക്കുക, വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഈ ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും നൽകും. ഉൽപ്പത്തി 13-14-15 വാക്യങ്ങൾ. പിന്നീട് ദൈവം അത്യപൂർവമായ ഒന്ന് ചെയ്തു. എന്താണെന്ന് നോക്കാം. നീ എഴുന്നേറ്റ് ദേശത്തിൻ്റെ നീളത്തിലും വീതിയിലും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. ഉൽപ്പത്തി 13-17. അബ്രഹാം വിനയത്തോടെ എന്ത് ഉപേക്ഷിച്ചുവോ അത് ദൈവം പൂർണ്ണതയോടെ അവന് തിരികെ നൽകി. അബ്രഹാം ചർച്ചകൾ നടത്തിയത് കൊണ്ടല്ല, മറിച്ച് ഭൂമിക്കായി പോരാടുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇതൊരു വലിയ വിജയമായി മാറിയത്. ഇന്നത്തെ യുദ്ധങ്ങൾക്കുള്ള ഒരു സന്ദേശം: നേതാക്കൾ അബ്രഹാമിനെ പോലെ അല്ല, ലോത്തിനെ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് യുദ്ധങ്ങൾ നിലനിൽക്കുന്നത്. കാഴ്ചയാൽ തിരഞ്ഞെടുക്കുന്നു, ഭൂമിയോട് പറ്റി നിൽക്കുന്നു, അഹങ്കാരം സംരക്ഷിക്കുന്നു, നഷ്ടത്തെ ഭയപ്പെടുന്നു. എന്നാൽ തിരുവെഴുത്ത് ഒരു ദൈവരാജ്യ തത്വം വെളിപ്പെടുത്തുന്നു. ഒരുവന്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദമാകുമ്പോൾ അവനവന്റെ ശത്രുക്കളെ പോലും അവനോട് സമാധാനത്തിലാക്കുന്നു. സദൃശവാക്യങ്ങൾ 16-7. അബ്രഹാം രാഷ്ട്രങ്ങളെ ഈ സത്യം പഠിപ്പിക്കുന്നു. എന്താണത്? ഉടമസ്ഥാവകാശത്തിന് മുമ്പ് സമാധാനം വരുന്നു, അവകാശത്തിന് മുമ്പ് വിനയം വരുന്നു, സുരക്ഷിതത്വത്തിന് മുമ്പ് ദൈവത്തിലുള്ള വിശ്വാസം വരുന്നു. നേതാക്കൾ അബ്രഹാമിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഹങ്കാരത്തെക്കാൾ ഉപരി സമാധാനത്തിനും ഭൂമിയേക്കാൾ ഉപരി മനുഷ്യർക്കും മുൻഗണന നൽകിയാൽ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല, ദൈവകൃപയാലായിരിക്കും. ഈ നിമിഷത്തിൽ നൽകാനുള്ള സന്ദേശം: നമ്മുടെ കാലത്ത് നാം ചർച്ചകളെക്കുറിച്ചും വെടിനിർത്തലുകളെക്കുറിച്ചും കരാറുകളെക്കുറിച്ചും കേൾക്കുന്നു. എന്നിട്ടും അക്രമം തുടരുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, ഹൃദയങ്ങൾ തളരുന്നു.
ഇരുപക്ഷവും തങ്ങൾ നീതിമാന്മാരാണെന്ന് അവകാശപ്പെടുന്നു. ദൈവനാമം പോലും ഇതിനായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. യാക്കോബ് 1:20. യുദ്ധത്തെ വിശുദ്ധമെന്ന് വിളിക്കുന്നത് അതിനെ വിശുദ്ധമാക്കുന്നില്ല. നശീകരണം തുടരുമ്പോൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത് വൈരുദ്ധ്യമാണ്. നേതാക്കളോടുള്ള ദൈവത്തിന്റെ ചോദ്യം ഇതാണ്: ആരാണ് ശരി എന്നതല്ല, മറിച്ച് എന്നെ വിശ്വസിക്കാൻ തക്കവണ്ണം ആരാണ് വിനീതനാകുന്നത്? സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സഖറിയാവ് 4:6. എന്തുകൊണ്ട് ഇത് നമുക്ക് പ്രധാനമാണ്? ഈ സന്ദേശം രാഷ്ട്രത്തലവന്മാർക്ക് മാത്രമുള്ളതല്ല. അത് വീടുകൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും സമൂഹങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എൻ്റെ ഇഷ്ടം നടക്കണം എന്ന് ഒരാൾ പറയുമ്പോഴാണ് ഓരോ പോരാട്ടവും തുടങ്ങുന്നത്. നമ്മുടെ ഇടയിൽ കലഹം ഉണ്ടാകരുതേ എന്ന് ഒരാൾ പറയുമ്പോഴാണ് ഓരോ സൗഖ്യവും തുടങ്ങുന്നത്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5:9. ലോകം കാത്തിരിക്കുന്നത് ശക്തമായ ആയുധങ്ങൾക്കായല്ല, അത് അബ്രഹാമിനെ പോലെയുള്ള ഹൃദയങ്ങൾക്കായാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനും വിശ്വസ്തനുമായ ദൈവമേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, കലഹത്തേക്കാൾ സമാധാനവും അധികാരത്തേക്കാൾ വിനയവും തിരഞ്ഞെടുക്കുന്ന ദൈവമേ, ഒരേ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട എന്നാൽ അതിരുകളാൽ വിഭജിക്കപ്പെട്ട ഒരു മനുഷ്യ കുടുംബമായി ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു. ഒരിക്കലും നമ്മുടേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോരാടിയതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ഇന്ന് ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവനേക്കാൾ ഭൂമിയെയും സമാധാനത്തേക്കാൾ അഹങ്കാരത്തെയും മനുഷ്യരെക്കാൾ അധികാരത്തെയും തിരഞ്ഞെടുത്തതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. ആക്രമിക്കുന്നതിന് പകരം പിന്നോട്ട് മാറാനും പോരാടുന്നതിന് പകരം അങ്ങയെ വിശ്വസിക്കുവാനും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും സമാധാനം തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നേതാക്കളുടെയും രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വാശിയുള്ളിടത്ത് കീഴടങ്ങലും ഭയമുള്ളിടത്ത് വിശ്വാസവും അക്രമമുള്ളിടത്ത് മാനസാന്തരവും രക്തച്ചൊരിച്ചിലുള്ളിടത്ത് സൗഖ്യവും നൽകണമേ. ആയുധങ്ങൾക്ക് കഴിയാത്തത് അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. വിദ്വേഷമില്ലാതെ നീതി ഉയരട്ടെ. ആധിപത്യമില്ലാതെ സമാധാനം ജനിക്കട്ടെ. ദൈവമേ, അത് ഞങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ. ഞങ്ങളുടെ വീടുകളിലും സഭകളിലും ഹൃദയങ്ങളിലും ആരംഭിക്കട്ടെ. സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ട ഈ ലോകത്തിൽ ഞങ്ങളെ സമാധാനമുണ്ടാക്കുന്നവരായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ രാഷ്ട്രങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും ഭാവിയെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. സമാധാനപ്രഭുവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവമേ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.